കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് അല്പം മുമ്പ് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിന്റെ വിശദാംശങ്ങളാണ് ഇങ്ങനെ കണ്ടും അറിഞ്ഞും ചർച്ച ചെയ്തും പോകുന്നത്. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ MP ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ, ഇപ്പോൾ കേരളത്തിനൊന്നും തരാത്തൊരു ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് അതാണ്. ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിന്റെ ഉള്ളടക്കം കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ സംസ്ഥാനത്തോട് കാണിച്ചിട്ടുള്ള അവഗണനയുടെ ആഴം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ബഡ്ജറ്റ് പ്രസംഗം പൊതുവെ പരിശോധിക്കുമ്പോൾ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു പുതിയ സംരംഭമോ പുതിയ സ്ഥാപനമോ പുതിയ പദ്ധതിയോ ആരംഭിക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനവുമില്ല. എന്നാൽ ആസാം, അതുപോലെ തന്നെ ബീഹാർ തുടങ്ങിയിട്ടുള്ള BJPക്ക് രാഷ്ട്രീയ താല്പര്യമുള്ള, തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള എത്ര പദ്ധതികളും സംരംഭങ്ങളും അതുപോലെ സ്ഥാപനങ്ങളുമാണ് ഈ സ്ഥലത്തൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതുതന്നെ ബഡ്ജറ്റിൻ്റെ പവിത്രതയെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ളത് വയനാട് ദുരന്തത്തിന് ശേഷം ദുരന്തബാധിത മേഖലയിൽ പ്രധാനമന്ത്രി അടക്കം സന്ദർശിച്ചു പോയതാണ്. കേന്ദ്രമന്ത്രിമാർ വന്നു പോയതാണ്. വന്നു പോയതിന് ശേഷം അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബഡ്ജറ്റ് എന്ന നിലയിൽ ആ ബഡ്ജറ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോ അതുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള പാക്കേജിനെ സംബന്ധിച്ചോ പാക്കേജിൻ്റെ തുക പ്രഖ്യാപിക്കേണ്ട, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കേവലമായ ഒരു പരാമർശം പോലുമില്ല. കാരണം വയനാട് ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസാസ്റ്റേഴ്സ് ഇന്ന് രാജ്യത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പരിശോധിച്ച് പോയിട്ടുള്ളതാണ്. ഒരു പ്രതികരണവുമില്ല, പാക്കേജിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല. അത് ഏറ്റവും നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് കേരള സംസ്ഥാനത്തോട് കാണിക്കുന്നത്. അതിലുള്ള അതിയായ ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഈ ബഡ്ജറ്റിനെ ഇപ്പോൾ BJP ഫ്രെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പോപ്പുലിസ്റ്റിക് ബഡ്ജറ്റ്, ജനപ്രിയ ബഡ്ജറ്റ് എന്ന നിലയിൽ അതിനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് 7 ലക്ഷം രൂപയുടെ ആദായ നികുതി വരുമാന പരിധിയിൽ നിന്ന് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒറ്റ പ്രഖ്യാപനത്തിൻ്റെ പേരിൽ ഇതൊരു ജനപ്രിയ ബഡ്ജറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ക്യാമ്പയിനാണ് BJP ഗവൺമെൻറ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ചറിയാം, കാർഷിക മേഖല ഏത് പുതിയ പദ്ധതിയാണ്? MSP, കൃഷിക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, കാർഷികോൽപ്പന്നങ്ങളുടെ മിനിമം താങ്ങുവിലയെ സംബന്ധിച്ച് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് കർഷക സമരം സംഘടനാ നേതാക്കളുമായി ധാരണയായതാണ്. അതിനെ സംബന്ധിച്ചൊരു പരാമർശവുമില്ല. വ്യാവസായിക വളർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയ പദ്ധതികളോ ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ നാടിൻ്റെ ദീർഘകാല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ വിലയിരുത്തലോ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളോ പ്രഖ്യാപിക്കാതെ ഈ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെ മധ്യവർഗ വിഭാഗത്തെ പ്രീണിപ്പിക്കാമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 12 ലക്ഷം രൂപയായി വരുമാന പരിധി ഉയർത്തിക്കൊണ്ട് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയത് മധ്യവർഗ വിഭാഗത്തിൽ തന്നെ പെട്ട സാലറീഡ് ക്ലാസ്സിനാണ്. അതെത്രയുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. അത് രാജ്യത്തുള്ള മൊത്തം ജനസംഖ്യയുടെ എത്ര പേരും ശതമാനം പോലും കണക്കൂട്ടാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആ ഒറ്റ 2%, അപ്പോൾ ആ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ ഇതൊരു ജനപ്രിയ ബഡ്ജറ്റാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അത് ആരംഭിച്ചു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം അതിൻ്റെ തുടക്കമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി MP, അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ MPമാരടക്കം കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യം, അതിൽ എത്രമാത്രം പണം കേരളത്തിന് ഈ ബജറ്റിലൂടെ വേണം, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ സമർപ്പിച്ചിരുന്നതല്ലേ ഈ ബജറ്റ്, ഈ പാക്കേജുമായി ബന്ധപ്പെട്ടത്. മുണ്ടക്കൈ ചൂരൽമലയാവട്ടെ, വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടാവട്ടെ, റബ്ബറിനെ സംരക്ഷിച്ച് നിർത്തുന്ന കാര്യത്തിലാകട്ടെ, ഇതിൽ ഓരോന്നിലും നമ്മൾ കൃത്യമായി ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കണക്കുകൾ അവതരിപ്പിച്ചതല്ലേ വേണ്ട സഹായത്തെ സംബന്ധിച്ച്? ഇതിൽ പ്രധാനമായും ഇപ്പോൾ സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു യൂഷ്വൽ എക്സസൈസാണ്.
ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലല്ലോ. ഇതിലേറ്റവും എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയം. ആ വിഷയത്തിൽ പോലും പ്രതികരണം ഉണ്ടാകുന്നില്ല. മറ്റു കാര്യങ്ങളിലൊക്കെ എന്തുമാത്രം ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടത് തുറമുഖവുമായി ബന്ധപ്പെട്ട്. താങ്കൾ ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഈ എം പിമാരുടെ എല്ലാം യോഗം ചേർന്നു. ഈ ഓരോ ഹെഡിലും നമ്മൾക്ക് കിട്ടേണ്ട പണത്തെ സംബന്ധിച്ച്, കാരണം ഇതിനോടൊന്ന് പ്രതികരിക്കുക, അതിനോട് സഹകരിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും മലയാളിക്ക് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് അതൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ പറയുന്നത്, എം പിമാരടക്കം സംസ്ഥാന സർക്കാരടക്കം എല്ലാവരും യോജിച്ച് കേരളത്തിൻ്റെ ഈ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ബജറ്റിന് മുമ്പാകെ നിർമ്മലാ സീതാരാമനെ സമീപിച്ചതായിരുന്നില്ലേ? അല്ല, അത് പ്രധാനമായും നമ്മൾ എല്ലാവരും കൂടി സമീപിച്ചത് സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വായ്പാ പരിധി ഉയർത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ നികുതി വിഹിതത്തിൽ സംസ്ഥാനത്തിന് അർഹമായ പരിഗണന ലഭിക്കണമെന്നുള്ളതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ സമർപ്പിച്ച 24,000 കോടി രൂപയുടെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് വേറെയാണ്. അത് റബ്ബറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളിലൂടെയാണ് 24,000 കോടി രൂപയുടെ പ്രത്യേകമായിട്ടുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിലൊക്കെ എന്തുമാത്രം പ്രതികരണമുണ്ടായി എന്നുള്ളത് ബഡ്ജറ്റ് ഡോക്യുമെന്റ്സ് കൂടി പരിശോധിച്ചിട്ടേ മനസ്സിലാക്കാൻ കഴിയൂ. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും BJP ഗവൺമെൻറ്റാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത് കൃത്യമായി പറയുമായിരുന്നു. ലഭ്യമായ വിവരമനുസരിച്ച് അതൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യത്തിനെതിരായിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം ബഡ്ജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി സാധാരണഗതിയിൽ വിളിച്ചു ചേർക്കാറുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ കോൺഫറൻസ് ഇപ്രാവശ്യം ചേർന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് ഞങ്ങളുടെ കയ്യിൽ ലഭ്യമല്ല. തീർച്ചയായിട്ടും അതൊന്നും ഒരു സാങ്കേതിക പ്രശ്നമായി ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കക്ഷി മുന്നണി രാഷ്ട്രീയം മറന്ന് ഈ കാര്യത്തിൽ ധനമന്ത്രി അടക്കമുള്ളവരുമായി സംസാരിക്കാനും കൂട്ടായി കണ്ട് ഈ പ്രശ്നം അവതരിപ്പിക്കാനും പാർലമെന്റിനകത്തും പുറത്തും അത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും. നന്ദി ശ്രീ NK പ്രേമചന്ദ്രൻ. ഏതായാലും ബജറ്റ് ചർച്ചയിലേക്ക് കേരളത്തിൻ്റെ എം പിമാർക്ക് വലിയ ഉത്തരവാദിത്തമാണ് വന്നു ചേരുന്നത്. ഓരോ വിഷയവും വളരെ ശക്തമായി, എത്രമാത്രം വലിയ അവഗണനയാണ് കേരളം എന്ന സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, സമാനമായ മറ്റ് സംസ്ഥാനങ്ങൾ അതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഈ അവഗണന, പക്ഷപാതം, ഇരട്ടത്താപ്പ് ഇത് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിച്ചിരുന്നു. മുൻപുണ്ടായിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് ഭിന്നമായി അന്ന് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, തൃശ്ശൂർ MP ഒഴിച്ച് ബാക്കി എല്ലാവരും അതിൽ പങ്കെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ മനസ്സോടുകൂടി തന്നെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുണ്ട്. കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിലപാട് കൈക്കൊള്ളണം. ആ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് അന്ന് എം പിമാരടക്കം സഹകരിച്ചത്. അതിൻ്റെ തുടർച്ചയിലാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ധനകാര്യമന്ത്രിയെ കണ്ട്, ധനകാര്യ മന്ത്രാലയത്തെ കണ്ട് കേരളത്തിൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത്. പക്ഷേ ഒന്നുപോലും ബജറ്റ് പ്രഖ്യാപനത്തിൽ വന്നിട്ടില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റ് ഡോക്യുമെൻ്റ് നോക്കിയാലും അതിനകത്തും ഇതൊന്നും ഉണ്ടാകാൻ കഴിയില്ല. അത്ര വലിയ അവഗണനയുടെ ഒരു വലിയ ചിത്രമാണ് കേരളത്തിന് മുമ്പിൽ ഈ ബജറ്റ് സമ്മാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നൽകിയിരിക്കുന്നത്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഒന്നും നൽകാത്ത, കേരളത്തിന് ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റിനെ കുറിച്ചാണ് കേരളം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.